ആൾക്ക് പക്ഷെ പക്ഷെ ആ കുട്ടിക്ക് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് അത് കണ്ടു ചെയ്യുന്നു. ആ പറഞ്ഞവന് ഇപ്പൊ ജീവനോടെ ഉണ്ടോ? ഈ കാരണം ഒന്നും ഇങ്ങനെ പോലീസുകാർ കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയും വെറുതെ കിടന്ന ആളുകാരുടെ ആളുകൾ ഒറ്റയ്ക്ക് ജീവിതം ഫേസ് ചെയ്യാവുന്നതിന് മാത്രം. ഞങ്ങളെ പ്രേമിച്ചിട്ട് ഞങ്ങളത് ചിരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നമ്മളെ തല്ലാനുള്ള വടി പപ്പ നമ്മളെ കൊണ്ട് വെട്ടി. നീ പോയിട്ട് അവർ വടി കൊടുക്കുമ്പോ അപ്പൊ തന്നെ അറിയാം നമ്മൾ ഇങ്ങനെ വേണ്ടപ്പേ 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 വേണ്ടപ്പേ. സംഭവം ഇഷ്ടപ്പെട്ടോ? സംഭവം എങ്ങനെയുണ്ട്? ആക്ടിങ് എങ്ങനെയുണ്ട്? നമുക്ക് പറ്റിയ പരിപാടിയാണോ? അല്ല, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വയം തീരുമാനങ്ങൾ എടുക്കുകയും അതിന്റെ ഭവിഷ്യത്തുകൾ ആണെങ്കിൽ ഗുണമാണെങ്കിൽ അനുഭവിക്കുകയും കൂടെ മുട്ടെന്ന് തൊലി ഒറ്റ അടി ആദ്യം. പരിപാടികൾ നമ്മൾ കിച്ചണിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാം നിങ്ങൾ അമ്മേനെ ഞങ്ങൾ പ്രഷറിലാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ മൂന്നുപേരും അവിടെ എന്താണ് തിളയ്ക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ ചിക്കൻ കറിയാണ്, നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി. സ്റ്റീവ്, ഈ ചിക്കൻ കറി എങ്ങനെയുണ്ട്? ഇതിന്റെ അഭിപ്രായം ആദ്യം സ്റ്റീവിൽ നിന്ന് അറിയണം. ഈ ചിക്കൻ കറി അമ്മച്ചി ഉണ്ടാക്കണല്ലോ വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. എവിടെ പോയി ചിക്കൻ കറി വെച്ചാലും അമ്മച്ചി ഉണ്ടാക്കണല്ലോ വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അമ്മച്ചി ഇവിടെ നിൽക്കുന്നുണ്ട് പറയുന്നതാണോ? അല്ല അല്ല, സത്യം. അപ്പനോട് ചോദിച്ചോക്ക്, അമ്മച്ചി ഉണ്ടാക്കണല്ലോ ഒന്നും വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. പപ്പയുടെ ചിക്കൻ കറി അതെന്തുകൊണ്ടാ നിങ്ങളുടെ പറ? എന്തുകൊണ്ടാ അമ്മച്ചി എപ്പോഴും പറയാറുണ്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഉണ്ട്, സ്നേഹം. അത് വിളിക്കും. അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെയാണുള്ളത്? ചിക്കൻ കറി ഉണ്ട്, ആൻഡ് ഓൾസോ നമ്മുടെ കപ്പ് അവിടെ ഇങ്ങനെ ഗ്ലൂന്ന് അത് അവിടെ വേവുന്നുണ്ട്. അമ്മ എന്താ അമ്മയുടെ സ്പെഷ്യാലിറ്റി? ചിക്കൻ കറിയാണോ? എന്താ ഇവർക്ക് ഏറ്റവും ഇഷ്ടം? അവർക്ക് ചിക്കനും കപ്പയും മീനും കപ്പയും. കപ്പയാണ് ഏറ്റവും ഇഷ്ടം. കപ്പയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഏഷ്യാടെന്ന് പറയില്ലേ, മിക്സ് ചെയ്ത്. അതെ, അതിപ്പോ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇയാൾക്ക് ശരി. സ്റ്റീവോട് എന്തൊക്കെയോ എന്റെ അടുത്ത് പറയാൻ കുക്കിംഗ് ക്ലാസ്സിന് എന്തൊക്കെയോ ഉണ്ടാക്കാൻ പഠിച്ചത്? എന്തൊക്കെയോ ഉണ്ടാക്കാൻ പഠിച്ചേ? ഞാൻ കൊറേ ഡിപ്പൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചായിരുന്നു. മേയോയും ന്യൂട്ടലന്റെ ഹോം മെയ്ഡ് വേർഷൻ ഒക്കെ. എന്റെ കൂടെ ഏറ്റവും മെയിൻ ആയിട്ട് ഉണ്ടാക്കാൻ പഠിച്ചത് പിസ്സ. എവിടെ ഇവിടെ വീട്ടിൽ പരീക്ഷിക്കേണ്ടതല്ലേ? ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ വേണമെങ്കിൽ. അത് ശരി. അപ്പൊ ഇവരുടെ ഈ അമ്മ പറഞ്ഞ നേരത്തെ ഇവരെല്ലാരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യായിരുന്നു ടീച്ചറില്. അപ്പൊ ഇതെങ്ങനെയാ ഇവര് കുക്ക് ഇവരോട് ഇവരെ ഏൽപ്പിച്ച അന്ന് വരെ പിന്നെ അമ്മയ്ക്ക് കൂടെ അടുക്കളയിലേക്ക് കയറേണ്ടതാണോ? അതുപോലെ നമ്മള് അടുപ്പത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാന്നുള്ളു. ബാക്കി സകലത്തിലും എത്ര വേണം എങ്ങനെ വേണം എന്നുള്ള നമ്മുടെ കൈ തന്നെ വരും. അമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ സ്പൂണിലല്ല ചെയ്യണം, അമ്മയ്ക്ക് എല്ലാം കൈക്കണക്കാ. അപ്പൊ അതും കണ്ടു പഠിക്കണ ഇച്ചിരി പണിയാണ്. ഭയങ്കര കളിയാ. അതോടുകൂടി ഈ ടേസ്റ്റ് അവിടെ നിൽക്കട്ടെ എന്നാണ് ട്രേഡ് സീക്രട്ട് നമുക്ക് പറഞ്ഞിട്ടില്ല. ശരി, ഇനി ഞാനിങ്ങനെ ഇടയ്ക്ക് കേട്ട് പഠിച്ചൊരു അല്ലേ. ഞാൻ എന്റെ ഭാര്യയായിട്ട് വഴക്കുണ്ടാകുന്ന സമയത്ത് നല്ലൊരു കറി ഉണ്ടാക്കുന്നു. സ്ലോ അല്ല. അപ്പൊ അത് ഞാൻ ചോദിക്കട്ടെ. അപ്പ ഇപ്പം നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ വരുന്നേടാ, സിസ്റ്ററിന്റെ ഹസ്ബൻഡിന്റെ പേര് ഡെനി. പിന്നെ ചേട്ടന്റെ വൈഫ് ഷെലി. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാ അമ്മ കയ്യിലെടുത്തിട്ടുള്ളത്? ഇവരുടെ എങ്ങനെയാണ് ഇവരുടെ കുക്കിംഗ് എങ്ങനെയാണ്? നമ്മളെ ഇതങ്ങനെ ശരിയായിട്ടില്ല എന്നൊക്കെ പറയലുണ്ടോ? അയ്യോ, ഒരിക്കലും ഇല്ല. എങ്ങനെയാ ഇവര്? അത് രണ്ടും രണ്ട് നാടാണല്ലോ. ഒരാള് പത്തനംതിട്ട, ഒരാള് കോഴിക്കോട്. കോഴിക്കോട് സ്റ്റൈല് നമ്മളുമായിട്ട് ഭയങ്കര വ്യത്യാസമാണ്. പത്തനംതിട്ടക്കാരൻ പിന്നെ കുറച്ച് എരിവ് കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മള് പോലെ അത് നന്നായിട്ട് കുക്ക് ചെയ്യും. എന്നുവെച്ചാൽ മറ്റേ നമ്മള് കുക്ക് ചെയ്യലെന്നല്ല, അത് അവരുടെ രീതിക്കൊരു ഇതാണ്, വ്യത്യാസമുണ്ട്. ബിരിയാണിയുടെ സ്പെഷ്യൽ. അപ്പൊ നിങ്ങളുടെ ഒത്തുകൂടലുകൾ എങ്ങനെയാണ് ജനറലി? എങ്ങനെ നമ്മൾ ഫെസ്റ്റിവൽ വരുമ്പോ നമ്മൾ ഒത്തുകൂടുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഫുഡ് അടിക്കാനാണ്. ഇപ്പൊ അമ്മ വയ്യാണ്ടായ പിന്നെയാണ് നമ്മൾ അമ്മയുടെ അമ്മ പറഞ്ഞു തരും, നമ്മൾ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. പിന്നെ പപ്പ ഒരു രക്ഷയില്ല, പപ്പ ഇപ്പൊ എല്ലാം പഠിച്ചിട്ട് പപ്പ കുക്ക് ചെയ്യും. പണ്ടത്തെ മറ്റേ കരിസ്മാറ്റിക് മാറിയപ്പോ അങ്ങ് പാവായി. പക്ഷെ പപ്പയ്ക്ക് നന്നായിട്ട് നേരത്തെ കുക്ക് ചെയ്യാൻ അറിയായിരുന്നു. അതിപ്പോ എല്ലാം ചെയ്യാൻ കൂടും. അമ്മയുടെ സിഗ്നേച്ചർ ആയിട്ട് എന്താ അവര് പറയട്ടെ, എല്ലാം ഉണ്ടാക്കും. വെള്ളിയാഴ്ച ഉണ്ടാക്കിയിട്ട് ഞായറാഴ്ച രാവിലെ വരും. ഓ
അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? വല്ലാത്ത ടേസ്റ്റ്. ചട്ടിയിലുണ്ടാക്കിയ ബീഫ് ആ അത് ആ കറുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പോകണം. ഞായറാഴ്ച ഉണ്ടാക്കിയത്, പിന്നെ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ഒക്കെ ആകുമ്പോൾ ആ ബീഫിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു പൊളിയാ. വായിക്കത്ത് വെള്ള ഇറക്കണം. എന്താ സ്റ്റീവിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താ? ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ റോസ്റ്റ്. അത് അമ്മ മീൻസ് ലൈക്ക് മമ്മ തന്നെ വെച്ചതാണോ? ചെന്ന വെച്ചത് എനിക്ക് ഇറങ്ങുള്ളൂ. ആണോ? ഇന്നലെ ചേച്ചി ഉണ്ടാക്കി, വീട്ടില് ഉള്ള ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി ഉണ്ടായി അമ്മച്ചി വയ്ക്കുന്ന പോലെ ഒത്തില്ല. നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, ഫുഡിന് എല്ലാരും തിരഭ്രാന്തന്മാരാ. അതുകൊണ്ട് എല്ലാവർക്കും ടേസ്റ്റ് അറിയാം. പ്രത്യേകിച്ച് ഇങ്ങർക്ക് ഈ കൊച്ചിയിലുള്ള എല്ലാ ഹോട്ടലിലെയും അറിയാം. അവിടെ എല്ലാം തന്നെ പോയി തിന്നിട്ടുണ്ട്. പോരാത്തതിന് യൂട്യൂബിൽ നോക്കിയിട്ട് പറയും അവിടെ എങ്ങനെയുണ്ട്, ഇവിടെ എങ്ങനെയുണ്ട്. അമ്മയുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് എവിടെയാ? പുറത്ത് എവിടെയെങ്കിലും? അങ്ങനെയൊന്നുമില്ല, വീട്ടിൽ തന്നെ. അങ്ങനെ പുറത്തു പോയി കഴിക്കുന്നതിനേക്കാളും അമ്മയ്ക്ക് ഇഷ്ടം അമ്മ ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് പോകാം. അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അല്ല, അതൊരു ഹാപ്പിനെസ് അതാണല്ലോ അല്ലെ? നമ്മള് സ്വന്തം കുക്ക് ചെയ്ത് നമ്മള് എല്ലാരും കൂടി ഇരുന്ന് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ ഇവര് വരൂന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ആണല്ലോ. അന്നേരം പപ്പ പറയും, പിള്ളേര് വരൂന്ന് പറയുമ്പം അത് ഉണ്ടാക്കണേന് ടേസ്റ്റ് വേറെയാന്ന് പറയും. ഞാൻ ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, പകുതി ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് പറയുന്ന പോലെയാ, അതിനകത്ത് കുറച്ച് സ്നേഹം കൂടെ ചേർക്കണോണ്ടായിരിക്കും. അതെ അതെ അതെ. ചിക്കൻ കറി നമ്മളിങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ കപ്പയും കൂടെ റെഡി ആയി നമ്മൾ നേരെ ഡൈനിങ് ടേബിളിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ ഇരുന്നാണ് ഈ ബാക്കി കോൺവെർസേഷൻ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ? ആയിക്കോട്ടെ. കപ്പയ്ക്ക് ഇച്ചിരി താമസം ഉണ്ടെന്ന് മാത്രം. നമ്മള് കൊറേ ഇപ്പൊ നമ്മുടെ കോൺവെർസേഷനിൽ ഇദ്ദേഹത്തെ പറ്റി കേട്ടു. അപ്പൊ ഇദ്ദേഹത്തെ നമ്മളങ്ങ് പരിചയപ്പെടുത്താണ്. ബീജ നമസ്കാരം. പഴയ വിപ്ലവകാരിയാതാ പറഞ്ഞേ. പക്ഷെ ഇപ്പൊ ഇവര് ആരാ? സ്റ്റീവിന്റെ അനിയൻ അല്ലേ? അനിയൻ ജോൻ രണ്ടുപേരുമാണ് കീ കൊടുത്ത് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. സത്യമാണോ? അങ്ങനെയാണല്ലേ? എങ്ങനെയുണ്ട് ഈ ഒരു സന്തോഷം? എല്ലാരും കൊച്ചു മക്കളൊക്കെ ആയിട്ടുള്ള എങ്ങനെ എൻജോയ് ചെയ്യുന്നു? എൻ്റെ അടുത്ത് പറഞ്ഞ ഫുഡാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ മുഖ്യം. ഇവിടെ ആര് വന്നാലും ഇവരെ അവരെ ട്രീറ്റ് ചെയ്തിട്ട് ഡാഡി വിടുള്ളൂ എന്ന് പറഞ്ഞു. സത്യമാണോ അത്? കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞില്ല. പറഞ്ഞ കപ്പ എത്തി. നെക്സ്റ്റ് പറഞ്ഞു നന്നായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ കല്യാണം കഴിക്കുന്ന സമയത്ത് കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല. പക്ഷെ തന്നെ പഠിച്ചു എല്ലാ കാര്യങ്ങളും. നന്നായിട്ട് വെജും നോൺ വെജും നന്നായിട്ട് കുക്ക് ചെയ്യും. അതെ. അപ്പൊ അതുകൊണ്ട് കഴിക്കാനായിട്ട് മോന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കുഞ്ഞുനാൾ പോലെ വരുന്നവര് കഴിക്കും. എന്റെ ഫ്രണ്ട്സ് വരുന്നവര് കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം സിനിമ കഴിയുമ്പോൾ അവരാണെങ്കിലും വന്നു കഴിയുമ്പോൾ അവർക്കും ഇഷ്ടമാണ്. എല്ലാവരും നല്ലതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ചക്കക്കുരുമാങ്ങ അടിപൊളിയാണ്. കപ്പ ഇറച്ചി കഴിക്കുന്നത്. ഇനി എന്ത് വെച്ചാലും നല്ലതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നാടൻ കറികളാണ്. ഇഷ്ടം അതനുസരിച്ച് ഉണ്ടാക്കുന്നത്. നമ്മുടെ താളോ ചെമ്മീനോ എനിക്ക് പല വെറൈറ്റി ഉണ്ട്. ഉണ്ടാക്കും. വളരെ തീർച്ചയായിട്ടും ചെറുപ്പം കൊച്ചു സൗന്ദര്യപ്പടക്കം ഉണ്ടാക്കിയിരിക്കുകയാണ് ഉണ്ടാക്കുന്ന സാധനമാണ് ചക്കുരുമാങ്ങ. ചക്കക്കുരുമാങ്ങയിലാണ് നമ്മുടെ വീട്ടിൽ ഉണക്കമീൻ വളർത്തപ്പോഴും ഉണ്ടെങ്കിൽ സംഭവം ഓക്കെ. പനി വന്നു കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന സാധനമാണ് പച്ചത്തക്കാളി. ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ടേസ്റ്റാ. പനി വന്ന സംഭവങ്ങൾ വന്നു കഴിഞ്ഞാല് മുളക് ഉണ്ടാക്കുന്ന കൂടെ പച്ചത്തക്കാളി തോരൻ വെച്ചു നമ്മള് കഴിച്ചു കഴിഞ്ഞാൽ പനി മാറുന്നുള്ള. പക്ഷെ അതിലേക്ക് ചക്കക്കുരുമാങ്ങയാണ്. പിന്നെ ഇവരുടെ ഈ കുരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പൊ ഇവര് ഭയങ്കര അച്ചടക്കത്തോടെ വളർന്ന കുട്ടികളാണ്. സത്യമാണോ? അതാണോ? നല്ല അടി കൊടുത്തിട്ടുണ്ടോ? മുട്ട കുത്തിർത്തിട്ട് എല്ലാരും അടിക്കില്ല. പക്ഷെ എല്ലാ കാരണം പറഞ്ഞിട്ട്
പപ്പയുടെ വെടി തന്നെ അറിയാം. പപ്പ നമുക്ക് നമ്മളെ തല്ലാനുള്ള വടി പപ്പ നമ്മളെ കൊണ്ട് വെട്ടിക്കും. ഓ അത് ശരി. നീ പോയിട്ട് ഒരു വടി കൊട്ടിട്ടുണ്ടോ? അപ്പൊ തന്നെ അറിയാം നമ്മൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി. വേണ്ടപ്പേ 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 വേണ്ടപ്പേ. പക്ഷെ കൂടുതൽ കൊണ്ടേക്കുന്ന ഇവരാണ്. അത് പിന്നെ എപ്പോഴും വീട്ടിൽ ആന്തരിക്കായിരിക്കും കൂടുതൽ. അതൊരു വിറ്റുണ്ടായി പ്രാവശ്യം. അത് ഭയങ്കര രസമായി പോയി. എന്റെ അപ്പം ഒരു ദിവസമേ തീരെ കൊച്ചല്ല, അത്യാവശ്യം കൂട്ടുകൂടി നടക്കുന്നവരാ. ഒരു ദിവസം ഞങ്ങള് പറഞ്ഞു പറഞ്ഞോ ക്യാരറ്റല്ലേ ക്യാരറ്റിന്റെ ഭയങ്കര ഫേമസ് അല്ലേ? കൊച്ചു വീട്ടിൽ നിന്ന് പോയേക്കുന്നു. ഫോൺ ചെയ്തിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. വല്ലാതെയായി പോകും. എനിക്ക് നാട്ടിൽ കുറെ കൂട്ടുകാരുണ്ട്. കിട്ടുന്നില്ല, റേഞ്ചിലല്ല. പക്ഷെ രാത്രി കഴിയുമ്പോ പുള്ളി ഭയങ്കര രസത്തിലിരിക്കുന്നത് ഭയങ്കര പിടിച്ചു വരികയാണ്. പേടിച്ചിട്ട് ചെയ്താണ്. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ അന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ എങ്ങനെയായിരുന്നു ബേജാൻ? എങ്ങനെയായിരുന്നു ഇപ്പൊ UK-യിലേക്ക് പോയി വിട്ടു, അപ്പൊ അത് കഴിഞ്ഞ് സിനിമ കാര്യങ്ങൾ എന്നൊക്കെ വന്ന് തിരിച്ചു വന്നപ്പോ ആദ്യം ഉണ്ടായ ഒരു വിഷമാണോ ഉണ്ടായത്, അല്ലെങ്കിൽ ഞാൻ ഇതിനെ വിട്ടിട്ട് ഇവൻ തിരിച്ചു വന്നു എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു? എന്തായിരുന്നു അഭിപ്രായം? എനിക്കൊരു പോളിസി ഉണ്ട്, ഞങ്ങൾക്കൊരു പോളിസി ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. ഓക്കെ. അതിനാവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കുക. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വയം തീരുമാനങ്ങൾ എടുക്കുകയും അതിന്റെ ഭവിഷ്യത്തുകൾ ആണെങ്കിലും ഗുണമാണെങ്കിലും അനുഭവിക്കുകയും. പക്ഷെ കൂടെ നമ്മൾ UK കഴിഞ്ഞു വന്നു, രണ്ടാമത്തെ മെട്രോ തീരുമാനം എടുക്കാൻ മെട്രോ ഈ കമ്മിറ്റി വന്നത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, മറുപടി കഴിഞ്ഞു. പക്ഷെ പോകുന്നില്ല. രണ്ടാമത് ഇതിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന അവരോടായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കുറച്ചാളുകളെ എടുത്ത് കൊടുക്കുകയും അവരൊക്കെ സംസാരിച്ചു. തീരുമാനം എടുക്കുന്നത് ഇനി തീരുമാനം നിൽക്കുക, പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറഞ്ഞു. ഇനി തീരുമാനം നിൽക്കുക. ഇതിന്റെ അകത്തുണ്ടാകുന്ന കൊടുത്ത കാശ് പോകും, ഭയങ്കര കൊട്ടാര പ്രശ്നമുണ്ട്. പക്ഷെ ജീവിതം നിൽക്കുക. ഇപ്പൊ എടുക്കുന്ന തീരുമാനമാണ് ജീവിതത്തിൽ നടക്കുന്നത്. ഇതത്ര സുഖമുള്ള ഫീൽഡൊന്നുമല്ല. വരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും അനുഭവിക്കാൻ എടുക്കുവാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ തിരിച്ചു പോവുക, പഠിക്കുക, ശാന്തമായിട്ട് തിരിച്ചു പോവുകയും ബിസിനസ് ഉണ്ട് അത് കൈകാര്യം ചെയ്ത് മര്യാദയ്ക്ക് പോവാം എന്നുള്ളത് തീരുമാനിച്ചു. കാരണം എന്താ പ്രശ്നം വരുമോ? ഇപ്പൊ ഞാൻ നിർബന്ധിച്ചാണ് അങ്ങോട്ട് പറഞ്ഞു തിരിച്ചു പോയി. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ സക്സസ് ആവില്ല. കാരണം എന്റെ മനസ്സിലാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പരാജയങ്ങൾക്കും പണ്ടപ്പോ മറന്നായിരുന്നു എന്നെ നിർബന്ധിച്ചിട്ടുണ്ടോ അന്ന് അനുഭവിച്ചിരുന്നത് ഞാൻ ഇന്ന് സൂപ്പർ സ്റ്റാർ ആയി എന്ന് പറഞ്ഞ് അവസാനം എന്ത് ചെയ്തു? എല്ലാം ഞങ്ങൾ രണ്ടുപേരും കേട്ടോണ്ടിരിക്കും. ഇപ്പൊ മനസ്സിലുണ്ട്, ഇപ്പൊ ഏത് കയറ്റി പോയി ചാടി കഴിഞ്ഞാൽ എന്തെല്ലാം മുന്നിൽ താഴുമ്പോഴും അന്ന് ഞാനെടുത്ത തീരുമാനത്തിന്റെ പക്ഷെ പറയാനില്ല, അതിനനുസരിച്ച് ഏത് സ്ട്രഗിളും സ്വയം ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. കഷ്ടങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും വർഷം ഇതിനകത്ത് നിൽക്കുകയാണ്. പപ്പയുടെ ഒരു പൊളിച്ചുണ്ട്. പപ്പ എനിക്ക് നല്ല ഉറപ്പാണ്. പപ്പ എന്നോട് തീരുമാനം എടുത്തോളാൻ പറയുമ്പോഴും പപ്പയുടെ ഒരു നോട്ടമുണ്ട്. ഞാൻ പോകുന്ന എന്റെ മുമ്പിൽ നടത്തിയിട്ട് പപ്പ പുറകെ നിൽക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഞാൻ തളർന്ന് നിൽക്കുന്ന സമയത്തായാലും ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കടക്കുന്നുണ്ട്. അങ്ങോട്ട് ഭയങ്കരമായിട്ട് ചീത്ത വിളിയും ഉണ്ടാക്കിയിട്ട് അതിന് പാതിരാത്രി ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ ഒരു രാത്രിയിൽ ഒരു കോള് വരും. ഇങ്ങനെ പറ്റി അപ്പൊ അപ്പയും തടുത്തിട്ടെ. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഒരേ ജീനാണല്ലോ, ഒരേപോലെ ഒന്ന് ഭയങ്കര ഹൈപ്പറാണ്. പക്ഷെ അതിന്റെ പിന്നീട് ഞങ്ങൾ സെറ്റ് ആവും. പക്ഷെ ഇദ്ദേഹമാണ് അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് എല്ലാ കോംപ്രമൈസും. എന്റെ പോളിസി എല്ലാവരും മുമ്പേ കൊടുത്തില്ല. ഈ ചില ഞങ്ങളുടെ നാട്ടിലൊരു പൂവത്താൻ ചാക്കോച്ചി ഉണ്ട്, അപ്പാടെ ഒരു കൂട്ടുകാരൻ. അപ്പൊ ചാക്കോച്ചി പറയും ഈ ചില തള്ളമാര് പിള്ളേരെ വളർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ തള്ളമാര് മുമ്പേ പോകും, പിള്ളേർ പുറകെ പിള്ളേർ പോകുമ്പോൾ പിള്ളേരെ അവിടെ വളർന്നു. അന്നേരം ഈ മനസ്സിലാണ് ഈ വിലമിച്ചിന്റെ അടുക്ക് മുണ്ടെടുക്കുമ്പോൾ ഈ അടുക്ക അടിക്കൊണ്ടിരിക്കുന്നത് നോക്കി പിള്ളേർ ഉരുക്കും എടുക്കുമെന്ന് വീഴും. തള്ള അറിയാം, തള്ള അല്ലാതെ വഴിക്കും പോകും. അതേ സമയത്ത് പിള്ളേരെ മുമ്പേ വിട്ടിട്ട് അമ്മ വെച്ചു തൊട്ടടുത്താണ് പോയാൽ ഇവൻ
കല്ലും മുള്ളും കൊണ്ടുവന്നു അപ്പോഴൊക്കെ കാണാം ആ. വഴിയിലെ കല്ലും അതെ. മുള്ളും ഒക്കെ കാണാം. ഇടയ്ക്ക് ഒരു തട്ടി വീഴുമായിരിക്കും. പക്ഷെ പെട്ടെന്ന് വീഴുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചേർത്ത് പിടിക്കാൻ പെട്ടെന്ന് കൈ കൊണ്ട് കോരിയെടുക്കാൻ പറ്റും. ഇനി അതല്ല ഒരു വീണു വീണപ്പോൾ നമുക്ക് വീഴാം. പിടിച്ച് പിടിച്ചിട്ട് മുട്ടനെ തൊലി പള വെച്ച് മുട്ടന്ന് തൊലി ഒറ്റ അടി ആദ്യം അത് കരുതലാണല്ലേ. അതെ 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 അതെ. രണ്ടെണ്ണം കിട്ടുമ്പോ അടുത്ത പ്രാവശ്യം നോക്കി നടന്നോളൂ. പക്ഷെ അത് ഇപ്പൊ എങ്ങനെ അറിയാം അവൻ വീട് ചെയ്യുമ്പോഴത്തേനും അവൻ മുകളിലേക്ക് നോക്കിട്ട് പറയും എടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നടുവേനാണെങ്കിലും തോളത്ത് വെച്ചോണ്ട് പോകും. ഭയങ്കര മാറ്റായി ഭയങ്കര മാറ്റം. ഇങ്ങനെ ചിരിക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങളെ പ്രേമിച്ചു കിട്ടിയെന്ന് ഞങ്ങളത് ചിരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അമ്മ എന്ത് ഞാൻ ചതിച്ചതാ. ആസാദ രാജഗുരു പറച്ചിലെ ജീവിതത്തോ എടുത്തിട്ട് അതിനെ കാണിച്ചു. നല്ല വായനയുടെ പ്രശ്നം ഞാൻ വായിച്ചോണ്ടിരിക്കുന്നതാണ്. വൈവിധ്യാസവും ചെറുപ്പം അപ്പൊ പറഞ്ഞു വന്നത് ഈ ഇവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചായിരുന്നു. എന്താണ് ഇപ്പം എന്താണ് ഇവരുടെ തീരുമാനങ്ങൾ എങ്ങനെ ഇവരുടെ ഭാവിയെ നിശ്ചയിച്ചതിനെ കുറിച്ചാണ് ഡാഡി പറഞ്ഞോണ്ടിരുന്നത്. ഞങ്ങള് കല്യാണം കഴിച്ചതിനെ കുറിച്ചും പറഞ്ഞു. പാർട്ടി കല്യാണമായിരുന്നു. ഞങ്ങള് കണ്ടു അങ്ങോട്ട് സംസാരിച്ചു എന്ന് മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാറിന് ചോദിച്ചു എന്താണ് കാര്യം. ഞാൻ പറയാമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ 1-2 പ്രാവശ്യം അവരെ സാറിന് പറഞ്ഞു സാറിന് പക്ഷെ പ്രേമില്ല. പക്ഷെ ആ കുട്ടിക്ക് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് കണ്ടും ചെയ്യുന്നു. ആ പറഞ്ഞവന് ഇപ്പൊ ജീവനോടെ ഉണ്ടോ? കണ്ടും ചെയ്യുന്നു. പക്ഷെ ഏതായാലും വേണ്ടില്ല. അവസാനം സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, ഇയാളെ വിളിച്ചു സംസാരിച്ചു. ഇടയ്ക്ക് ഒരു 1-2 പോകുന്നു. ഇവിടെ ഒരു അമ്മയുടെ അനിയത്തി സൂര്യ ഹോസ്പിറ്റലിൽ വന്നു. അപ്പൊ കുറച്ച് ബ്ലഡ് അത്യാവശ്യമായിട്ട് വന്നു. പിന്നെ കൊടുക്കുമല്ലോ കോളേജൊക്കെ ഇതുണ്ട്. അപ്പൊ അവിടുത്തെ ആൾക്കാരെ പറഞ്ഞു വിട്ടു, ബ്ലഡൊക്കെ കൊടുപ്പിച്ചു. അങ്ങനെ കാര്യങ്ങളൊന്നും സെറ്റായി. എന്നാൽ ഇവിടെ വലിയ ചോദ്യമായി. ഒരു കാര്യമില്ലാത്ത ഒരു ഇതുമില്ലെങ്കിൽ ഒരു തരത്തിൽ ഇത്രയും ആൾക്കാരെ വിട്ട് ഇത്ര ചോദ്യം ഇങ്ങോട്ട് വന്നു. വലിയ പ്രശ്നങ്ങളാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പാർട്ടിയിൽ പറഞ്ഞു കഴിയുമ്പോഴേക്ക് അവര് വിളിച്ചു സംസാരിച്ചു. അങ്ങനെ അവരൊരു കാര്യം പറഞ്ഞു. എന്റെ പൊന്നു പെങ്ങളെ ഈ കാണുന്നൊന്നുമല്ല ജീവിതം. ഒന്നുമില്ല ഇങ്ങനെ പോലീസുകാരെ ഇവിടെ തല്ലി അല്ലെങ്കിൽ എവിടെയും മരത്തെ കിടന്ന് ആറുന്നതായിട്ട് കാണുന്നത്. ഒറ്റയ്ക്ക് ജീവിതം ഫേസ് ചെയ്യാവുന്നതിന് മാത്രം ഇതിനിറങ്ങിയാൽ മതി. അതായത് അത്ര നിസ്സാര പരിപാടിയാണ് ഓർക്കരുത്. ചിലപ്പോ ഒഴിവിലൊക്കെ പോകും. ഒറ്റയ്ക്ക് പോയി പുള്ളിയൊന്ന് ഓർക്കട്ടെ. അത്രയും വരെ പറഞ്ഞാണ് ഇത് വിട്ടുപോയില്ലേ. ഏതായാലും ഞാൻ കൂടെ ഉണ്ട്. ഇപ്പൊ 39 കൊല്ലായി. ഇപ്പഴും നോക്കുന്നുണ്ട്. അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെയായിരുന്നു കുറച്ച് നേരം. പക്ഷെ അപ്പൊ അമ്മ അവിടെ അടിച്ചു വിളിക്കാം തന്നെ. അപ്പൊ അമ്മ എന്ത് ചെയ്തു? അമ്മ പറഞ്ഞു ഞാനവിടെ നിൽക്കില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ. എല്ലാവരും എനിക്ക് ആൻസൈറ്റി കൂടി. ഞാൻ പറഞ്ഞു ഇത് ശരിയാവില്ല. കാരണം അമ്മ ഇവിടെ നിൽക്കുന്നു, പപ്പ അവിടെ നിൽക്കുന്നത്. രണ്ടുപേരും എന്ന് പറയും മരിക്കുന്ന വരെ ഞങ്ങൾ ഒരുമിച്ച് നിന്നോളാം. ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു നീ എന്റെ ഓർത്ത് ഇങ്ങോട്ട് പറഞ്ഞില്ല. അവിടെയാണെങ്കിൽ സമാധാനത്തോടുകൂടി രണ്ടുപേരും എന്തൊരു അസ്വസ്ഥ ഞാൻ ഓടിക്കൊണ്ടാൻ പറ്റും. ഞാനാണ് ഈ ബിസിനസ് സർവീസിന് യാത്ര എന്തൊരു അവസ്ഥ ആയില്ല. എന്നെ കൊണ്ട് ആ കൊച്ചിന് കാര്യമുണ്ട്. കൊച്ചിനെ അവിടെ കേൾക്കാൻ വേണ്ടി പറഞ്ഞു. എന്താണെന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത്തോളം ജീവനുള്ളത്തോളം കാലം നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകത്തില്ല. അന്ന് പറഞ്ഞ പറച്ചിലാണ്. അപ്പൊ അത് പറയുമ്പോഴാ പറഞ്ഞത് ഇപ്പൊ ഈ ജനറേഷനെ വളർത്തിക്കൊണ്ട് വരുന്നതിന്റെ ഒരു കഷ്ടപ്പാടുകൾ എന്താണ്? ഒരു കുഴപ്പമില്ല. വളരെ ഡീസെന്റ് ആയിട്ടുള്ള ആ മുഖം തന്നെ കണ്ടില്ല. ഇയാള് 3 വയസ്സ് തൊട്ട് ഞങ്ങളുടെ കൂട്ടത്തില. ഞങ്ങൾക്ക് കൂട്ടാരും ഇല്ലല്ലോ, ഞങ്ങള് തന്നെയല്ലേ അവിടെ. അപ്പം പുള്ളിയാണ് ഞങ്ങളുടെ കൂട്ടത്തില്. ഇവൻ അവരുടെ കൂട്ടത്തില് ചെറുത് ഇവിടെ. അപ്പൊ അവർക്ക് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുക. അത് കാരണം ഈ കൂട്ടത്തിലില്ലാത്തത്. ഈ കൂടെ വന്നേനെ അവൻ ക്ലാസ്സിൽ പോയിരുന്നു. പഠിത്തമൊക്കെ ഏത് സ്റ്റാൻഡേർഡിലാണ്?
നമ്മുടെ സ്കൂളിൽ വേണമെങ്കിൽ ചെറിയ പബ്ലിസിറ്റി കൊടുത്തോ. ഐ ആം ദ ടീം ക്യാപ്റ്റൻ എന്നൊക്കെ വെറുതെ പറഞ്ഞോ. ഇല്ല, പക്ഷെ സ്റ്റേജ് ഭയങ്കര ഒരു ഒരു ഓണാണ്, ഭയങ്കര ഹരമാണ് ഇദ്ദേഹത്തിന് ഞാൻ കേട്ടു. വില്ലേജ് ഇന്റർനാഷണൽ ഞാൻ മൊത്തം പറയാം, അല്ലാതെ പതുക്കെ പറഞ്ഞു. വില്ലേജ് എന്ന് പറഞ്ഞ പുള്ളിക്ക് കുറച്ചുകൂടെ അറിയാം. വില്ലേജ് ഇന്റർനാഷണൽ ബാക്കി ഈ സ്റ്റേജിലെ ഒരു പെർഫോമൻസ് ഒക്കെ ഡാഡിയുടെ മുന്നിൽ പെർഫോം ചെയ്തെന്നു അജു ചേട്ടനുണ്ടായിരുന്നു. അജു ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു പരിപാടി? കോൺസെർട്ട് ആയിരുന്നു, അതായത് മ്യൂസിക്കൽ ഡ്രാമ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഡയലോഗ് ലിപ്സിങ്ക് ചെയ്താൽ മതി. പലർക്കും ലിപ്സിങ്ക് ചെയ്യാൻ മറന്നുപോണ്ടേ. ഇത്രയും നല്ല സ്പോണ്ടിന് നല്ല രസമായിട്ടുള്ള ആക്സെന്റിൽ ഇംഗ്ലീഷിലാണ്. അങ്ങനെ ഒരു 5 ഡ്രാമ ഞാൻ ചെയ്തിട്ടുണ്ട്. മൂന്നെണ്ണം ഇപ്പൊ സെറ്റിലൊക്കെ പോയിട്ടുണ്ടോ? ആടിന്റെ സെറ്റിൽ പോയിട്ടുണ്ട് പക്ഷെ ഭയങ്കര ചെറുതാണ്. ഇനിയിപ്പോ 3 ഉണ്ട്. തുടങ്ങിയപ്പോ തൊട്ട് പറഞ്ഞു, പക്ഷെ ക്ലാസ് തുടങ്ങിയില്ലേ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു വരാനായിട്ട്. അപ്പൊ ഇനിയിപ്പോ ആട് 3 ഉണ്ട്. ഏതെങ്കിലും വീക്കെൻഡ് ചെയ്യാൻ പോകും. എന്തായാലും പോണം. നമുക്ക് പറ്റുന്ന പരിപാടിയാണോ നമുക്ക് അറിഞ്ഞിരിക്കാലോ. ഏതാ ഡാഡിയുടെ ഫേവറേറ്റ് സിനിമ? ഏതാ? ആടാണ് ഫേവറേറ്റ് സിനിമ അല്ലേ? 100,000 പ്രശ്നങ്ങളുണ്ടോ? അത് ശരി. ഇപ്പോഴും അത് ശരി. ആട് അടിപൊളി. ചേട്ടാ, ഈ നമ്മുടെ അപ്കമിങ് പ്രൊജക്ട്സിനെ കുറിച്ച് ഇനി വരാൻ പോണത് ഉടുമ്പൻചോല വിഷൻ, നമ്മുടെ സലാം ഖാന്റെ പിന്നെ ഉള്ളത് പെറ്റിറ്റേറ്റീവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരാനുള്ളത് സാഹസം. സാഹസത്തിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ആടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലത്തെ ഒരു ക്യാരക്ടർ സാധ്യതയുണ്ട്. ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെയിരിക്കുന്ന പടം അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്നറിയില്ല. പിന്നെ വരുന്ന അൾട്ടിമേറ്റ് എക്സ്ട്രീം അല്ലേ, ഫാന്റസി വേൾഡിലേക്കാണ് ഞങ്ങൾ കയറിയത്. ആട് 3 അടിപൊളി. എനിക്ക് തോന്നുന്നു ആട് 3 ഇപ്രാവശ്യം ഒരു ബ്ലോഡപ്പ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു അല്ലേ, ഒരു ഫാൻ ചെന്ന് നമ്മൾ തന്നെ ഞെട്ടി അതിന്റെ സെറ്റും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വരെ. അത് ശരി. വളരെ എന്താ പറയാ, ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിൽ ഭാഗമാൻ പറ്റിയത് ഈ കാരണം നല്ല പ്രാർത്ഥനയൊക്കെ ആയിരിക്കാം. അപ്പൊ ഈ കാരണവന്മാരുടെ പ്രാർത്ഥന അത് തന്നെയാണല്ലോ നമ്മളെ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതും ഈ സന്തോഷവും ഇതെല്ലാം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഇതൊരു വെറൈറ്റി മമ്മി തന്നെയായിരുന്നു. ഞങ്ങള് കപ്പ വെട്ടി തുടങ്ങിയതാണ്. അതാണ്, നമ്മള് കപ്പ വെട്ടി തുടങ്ങി, കപ്പ കഴിച്ചുകൊണ്ടാണ് നമ്മള് ഈ ഇന്റർവ്യൂ വൈൻഡ് ചെയ്യുന്നത്. അപ്പോ താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് പരിചയപ്പെടാൻ പറ്റിയതിലും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കപ്പ കഴിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. അപ്പൊ താങ്ക് യു സോ മച്ച്. വീണ്ടും ഞങ്ങളെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയി. കുറെ കാലമായിട്ട് എനിക്ക് പടത്തിലിരിക്കല്ലോ, ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുറെ കാലം ശേഷമാണ് സുമേഷ് വന്നിട്ട് ഇങ്ങനെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ശരി ഓക്കെ. അപ്പൊ ഇനിയിപ്പോ അങ്ങ് ഓണാവട്ടെ കാര്യങ്ങളല്ലേ? ഓക്കെ, അപ്പൊ വിളിക്കല്ലേ? അടുത്ത ഡ്രാമ എപ്പോഴാന്ന് പറഞ്ഞാൽ വിളിക്കണം കേട്ടോ. ഷുവർ ആയിരിക്കും. താങ്ക് യു സോ മച്ച്.